യുപിയിലെ മിർസാപൂരിൽ 1996 സമാജ്വാദി പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, ഫൂലാൻ ദേവി. ഉത്തരേന്ത്യയിൽ പലരെയും ആ പേര് അസ്വസ്ഥരാക്കി. ചിലർ വിറച്ചു, മറ്റു ചിലർ ആവേശഭരിതരായി. ചമ്പൽക്കാടുകളിൽ ചോര പടർന്ന കാലം. തോക്കിനകത്തെ ഉണ്ടയും തോക്ക് പിടിക്കുന്ന കൈയും ജാതി തന്നെ. കുട്ടിക്കാലത്ത് തന്നെ ജീവിത ദുരന്തങ്ങളൊക്കെ ഫൂലാൻ അനുഭവിച്ചു. 16-ാം വയസ്സിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നരകം കണ്ടു. 17-ാം വയസ്സിൽ ചമ്പൽ കൊള്ളക്കാർ ഫൂലാനെ തട്ടിക്കൊണ്ടുപോയി. സംഘത്തിലെ രണ്ടാമനാൽ രക്ഷ, തുടർന്ന് ആയുധ പരിശീലനം. അതിനിടെ ജയിലിൽ നിന്നിറങ്ങിയ ഠാക്കൂർമാർ പകവീട്ടി. ബഹുമായി ഗ്രാമത്തിൽ കൊണ്ടുപോയി മുഴുവൻ നാട്ടുകാരുടെയും വക അപമാനം. എന്നിട്ടും ഫൂലാൻ തിരിച്ചെത്തി, സംഘടിച്ചു, തിരിച്ചടിച്ചു. യമുനാ തീരത്ത് 20 പേരെ നിരത്തി നിർത്തി കൊന്നു. 2 ആണ്ടിന് ശേഷം കീഴടങ്ങൽ. 11 വർഷം ജയിൽ. 94-ൽ ജയിൽ വിടുതി. 1996-ൽ മിർസാപൂരിൽ നിന്നും ലോക്സഭയിലേക്ക്. ഫൂലാനെതിരെ അതിശക്തമായി മേൽജാതിക്കാർ സംഘടിച്ചു. എന്നാൽ മാനം കാക്കാൻ മരിക്കാതിരുന്ന ഫൂലാൻ അതിലേറെ പേർക്ക് അഭിമാനമായി മാറിയിരുന്നു. നിർഭയം ഫൂലാൻ ദേവി എന്ന ആ സ്ഥാനാർത്ഥി പാർലമെന്റിലേക്ക് ജയിച്ചു കയറി. 2001-ൽ MP ആയിരിക്കെ ഡൽഹിയിൽ വെച്ച് പട്ടാപ്പകൽ വെടിയേറ്റ് മരിച്ചു. 7 ആണ്ട് മാത്രം സൂര്യവെളിച്ചത്തിൽ സ്വസ്ഥം ജീവിച്ച ഫൂലാൻ ദേവി ഈ തിരഞ്ഞെടുപ്പിലും ഓർമ്മിക്കപ്പെടും.